ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ്. പ്രധാന കാരണങ്ങളിലൊന്നും ഇതാണ്. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഇന്നാണ് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സോൾജിയേഴ്സ് എല്ലാവരും കൂടിയുള്ളൊരു കൂട്ടായ്മയുണ്ട്, ടീം കണ്ണൂർ സോൾജിയേഴ്സ് പറഞ്ഞിട്ട്. അപ്പോൾ ആ കൂട്ടായ്മയുടെ കുടുംബസംഗമം എല്ലാ വർഷവും കുടുംബസംഗമം നടത്താറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു കുടുംബസംഗമം ഈ വർഷം നടക്കുന്നുണ്ട്. അതായത് ഇന്ന് ഡേറ്റ് ഏപ്രിൽ 12, ഏപ്രിൽ 12-ാം തീയതി 2025. അപ്പോൾ ഇന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും നടക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ലീവ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ചില സമയത്ത് കറക്റ്റ് അതിനടുപ്പിച്ച് തന്നെ ലീവ് കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ എപ്പോഴും നടക്കുന്നത് ഓണത്തിൻ്റെ സമയത്തും അങ്ങനെയൊക്കെയാണ്. എല്ലാ വർഷവും നടക്കാറുണ്ട്. പക്ഷേ നമ്മൾ ലീവിലുള്ള സമയത്ത് ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ 2018 ഇതിൽ സ്റ്റാർട്ട് ചെയ്ത മുതലേ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ എന്ത് പരിപാടി നടത്തുന്നോ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പരമാവധി ഇവിടെ എത്തലുണ്ട്. ഞാനും കൂടി പോകലുണ്ട് കേട്ടോ. മാത്രം തന്നെ ഞാനും കൂടി എന്തായാലും പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് എന്നെല്ലാം പറയില്ലേ, അപ്പോൾ പോയ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മിസ് ചെയ്യാണ്ട് തന്നെ പോക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും മറ്റുള്ള ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞുതരാം. ഏതായാലും നമ്മൾ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. കാട്ടാമ്പള്ളിയുള്ള കൈരളി റിസോർട്ടിലാണ് നടക്കുന്നത് പ്രോഗ്രാം. എല്ലാവരും എത്തിയിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഏതായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളത് അങ്ങനെ കൈരളി റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ചെണ്ട കൊട്ടുന്നതിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ അവർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ണൂർ സോൾജിയേഴ്സിനെ കുറിച്ച് പറയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റി എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം തുടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. 2018 ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2018 മുതൽ തന്നെ ഞാൻ ഇതിൽ മെമ്പറാണ്. ഇത് ആദ്യമായിട്ട് ഇങ്ങനൊരു ആശയം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൂടെയാണ് ഇത് ആദ്യമായിട്ട് ഒരു ആശയം വന്നത്. ഫേസ്ബുക്കിൽ ഒരു സൈനിക കൂട്ടായ്മയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഒരു ചർച്ച വന്നു ഇടയിൽ വെച്ച്. ഇങ്ങനെ പറഞ്ഞു നമ്മുടെ എല്ലാ ജില്ലക്കാർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഇങ്ങനെ തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം വന്നപ്പോൾ അതിൽ നിന്നാണ് ഓരോരോ ജില്ലക്കാർ, ആഗ്രഹമുള്ള ആൾക്കാർ അവരവരുടെ ജില്ല അറിയിക്കുകയും അതിൽ നിന്ന് ആൾക്കാർ നമ്പർ ഷെയർ ചെയ്ത് അതിന് ശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ 2018 തന്നെ ഇത് നമുക്ക് 250ഓളം ആൾക്കാരെ വെച്ചുകൊണ്ട് ഇത് രജിസ്റ്റർ ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. 250ഓളം. ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി, നേവി, എയർഫോഴ്സ് അതുപോലെ പാരാമിലിറ്ററിയിലുള്ള എല്ലാ സൈനിക വിഭാഗങ്ങളിലുള്ള ആൾക്കാരും ഇതിലുണ്ട്. ഇതിൽ മറ്റുള്ള രീതിയിലൊരു ജാതി മത കാര്യങ്ങളോ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഇതിലില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു സംഭവമാണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും അതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും മെമ്പർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ, അസുഖങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അവരെ സാമ്പത്തികമായിട്ടും അതുപോലെ മറ്റു രീതിയിലൊക്കെ സഹായിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും നമ്മൾ ലക്ഷക്കണക്കിന് പൈസ ഇതുവരെയും നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് കാണാം ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ. ഏതായാലും നമുക്ക് അകത്തോട്ടേക്ക് പോവാം. ഇന്നലെ ഡിമാൻഡ് കേട്ടോ, ഇന്നലെ ഡിമാൻഡ് വന്നേ എടുക്കാൻ വേണ്ടി. അവർ വരുന്നുണ്ട്.
സമയത്ത് ഇത് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ഞാൻ അത് ചടങ്ങിൽ പോകുമ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ വെരി ചാലഞ്ചിങ് ടാസ്ക്. ആ ചാലഞ്ചിങ് ടാസ്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വന്നിട്ട് നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് വീഡിയോയിൽ കണ്ടു. നിങ്ങളെല്ലാവരും ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഒന്ന് കൈയ്യടിക്കണം. അപ്പോൾ കുഞ്ഞുമക്കളെ ഉറങ്ങാനെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊച്ചു പാട്ട് എങ്ങനെ ഞാനൊരു പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് പാട്ടൊന്നും അറിയില്ല കേട്ടോ. നമ്മളെ ഞാൻ പറഞ്ഞു മോനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. കുഞ്ഞു മോനെ തന്നെ അപ്പൊ അങ്ങനെ ഇഷ്ടമല്ലേ അവൻ വേഗം വരാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നല്ല ഇങ്ങനെ വരാനുള്ള നല്ല സന്തോഷമാണ്. എല്ലാ കാര്യത്തിലും എനിക്കിങ്ങനെ പുറത്തു പോയിട്ട് എല്ലാവരും ഈ ഒരു സംസ്കൃതത്തിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് നമുക്കറിയില്ല. എന്താ എങ്ങനെയാ സംസാരിക്കുന്നത് നമുക്കറിയാം. നമ്മളെ വീട്ടിലുള്ള ിലുള്ള എല്ലാ ഭാരം ഓടിലും ഇറക്കലും ടീം കണ്ണൂർ സോൾജേഴ്സ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ മെമ്പേഴ്സും അതുപോലെ അവരുടെ സഹകരണം. രണ്ട് നമ്മുടെ ഒന്നിച്ചുള്ള ടീം കണ്ണൂർ സോൾജേഴ്സിലെ ആൾക്കാരാണ്. രണ്ട് സാറന്മാരായത് രജി സാറുണ്ട്, പ്രിയ സാർ വൈസ് പ്രസിഡന്റ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ എത്തിയിട്ടാണ് ഉള്ളത്. കണ്ണൂരിലൊരു പ്രോഗ്രാം പരിപാടിയിലുള്ള പ്രോഗ്രാമിൻ്റെ അകത്ത് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ഇവരെ പല സ്ഥലത്തും ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നാണ് മുഖമൊന്ന് കാണിക്കുന്നത് കേട്ടാ. എന്നാലും ചമ്പലാണ്, ഒരുപാട് ചമ്പല് അല്ലേ? ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. പയ്യാവൂര് ബണ്ടല് ഇല്ല, പയ്യാവൂർ വരുന്നതിനും ചേരൂല നാട്ടുകാർക്ക്. ആ ഓൻ നന്നാകേണ്ടത് അറിയും. അതുകൊണ്ട് നല്ല കാറ്റുണ്ട് വീഡിയോ ആണോ? കുറച്ച് സമയം നമ്മൾ കാറ്റ് കൊണ്ടുകൊണ്ട് ഇതാ കായൽ കരയിൽ ഇങ്ങനെ ഇരിക്കലാണേ. നമ്മളങ്ങനെ ഭക്ഷണം വാങ്ങിയിട്ട് കഴിക്കാൻ പരിപാടിയാണ്. അവിടെ ഭയങ്കര തിരക്കാട്ട ക്യൂല്, അതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റാത്തത്. ബൊഫെ പരിപാടിയായിരുന്നു. ഇതാണ് ഭക്ഷണത്തിൻ്റെ സെക്ഷനെ. ഇവിടെ ബൊഫെ ആയിട്ടായിരുന്നു പരിപാടി. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളൂ. അത് പപ്പടം ഉണ്ട്, സലാഡ് ഉണ്ട്, വെജിറ്റബിൾ കറി ഉണ്ട്, ഗോബി മഞ്ചൂരിയൻ, അതുപോലെ ചിക്കൻ കറി ഉണ്ട്,
പിന്നെ ഏതാ റൈസ് ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി. ഇത്ര ഐറ്റംസാണ് ഫുഡിലുള്ളത്. നമ്മളങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ ഇപ്പം വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കലാണ് വീട്ടിൻ്റെ മുമ്പിൽ. അവിടെ നിന്ന് എല്ലാം തിരക്കും ബഹളവും ആയതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് പരിപാടിനെ കുറിച്ചുള്ളൊരു എന്താ പറയുക മുഴുവനായൊരു കൂടി പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളായിപ്പോയി. അവിടെ നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ തണുപ്പ് പിടിച്ചിട്ട്, അപ്പോൾ കാലാവസ്ഥ ചേഞ്ച് ആയല്ലോ. അവിടെ തണുപ്പ് അതുപോലെ ഇവിടെ ചൂട് എല്ലാം കൂടി ആകുമ്പോൾ ചെറിയൊരു ജലദോഷം തുമ്മൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതാണ് സൗണ്ടിലെല്ലാം ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. പിന്നെ അപ്പോൾ അങ്ങനെ പരിപാടി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നല്ലേ. നമ്മൾ ഈ ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ ഒരു പരിപാടിക്ക് പോകുന്നത് പിന്നെ ഒരുമിച്ച് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാരണം ഒരു കുടുംബ സംഗമത്തിന് ആദ്യമായിട്ടല്ലേ പോകുന്നത്. കുടുംബസംഗമം പിന്നെ കെട്ടിട ഉദ്ഘാടനത്തിന് അതെ, ബിൽഡിംഗ് ഉദ്ഘാടനം നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പുൽവാമ ദിനത്തിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കൂത്തുപറമ്പ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും നല്ല അടിപൊളി പരിപാടിയായിരുന്നു അല്ലേ. അവിടുത്തെ NCC നാട്ടില് ഉണ്ടാവുമ്പോ ഈ ടിക്കേഴ്സിന്റെ പരിപാടി ഉണ്ടെങ്കിലൊക്കെ അതെ നമ്മളൊന്നും മിസ്സാക്കാറില്ല. നമ്മളെല്ലാ പരിപാടിക്കും പങ്കെടുക്കലുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഇതൊരു ഫംഗ്ഷൻ കല്യാണ ഫംഗ്ഷനിലൊന്നും ഇതുവരെ പോയിട്ടില്ല അല്ലേ. ഒരു വീട്ടിൽ കൂടിയല്ലോ പോയിട്ടുണ്ട്. ഒരു വീട്ടിൽ കൂടിയൽ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല അടിപൊളിയായിരുന്നു. അത് നമുക്ക് പേഴ്സണലായിട്ടും അതെ എല്ലാവരെയും ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ഒരു പ്രത്യേക ഫീലിംഗ്. അതിപ്പോ നമ്മൾ പോയ അത് എക്സ്പീരിയൻസ് ചെയ്താലേ അതിന്റെ എന്താ പറയാ അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. അത്രക്കൊരു എന്തോ ഒരു ഫീലിംഗ് ആണ് അതിന്റെ എല്ലാ പരിപാടിക്കും പോകാൻ വേണ്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയണ്ടേ, ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല അത്യാവശ്യമുള്ള ഒരു ടീം എന്ന് തന്നെ പറയാം അല്ലേ. കാരണം ഏതൊരു കാര്യത്തിലും പിന്നോട്ട് നിൽക്കാത്ത ഒരു സംഭവമാണ് ടീം കണ്ണൂർ സോൾജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരു കാര്യത്തിലായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കാൻ കാരുണ്യസ്പർശം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാരുണ്യസ്പർശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവരായിട്ടുള്ള അതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി അവരിൽ നിന്ന് ഉള്ള ആൾക്കാരെയാണ് കൊടുക്കുന്നത്. കാരണം അത്രക്കും അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാറുള്ളൂ ഇങ്ങനത്തെ. പിന്നെ നമ്മൾ ഫണ്ടിങ് ഒക്കെ ചെയ്യുന്നത് എല്ലാ മാസവും നമ്മൾ പിന്നെ സ്വന്തം നമ്മുടെ ഈ മെമ്പേഴ്സിൽ തന്നെ കുടുംബത്തിലുണ്ടാകുന്ന എന്തെങ്കിലും സന്തോഷ കാര്യങ്ങൾ, അതായത് വെഡിങ് ആനിവേഴ്സറി, മക്കളുടെ ജന്മദിനം, അതുപോലെയുള്ള പിന്നെ സ്വന്തമായിട്ടുള്ള അവരുടെ ബർത്ത്ഡേ കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും പ്രൊമോഷൻ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുമ്പോൾ, അതുപോലെ അല്ലെങ്കിൽ ആർക്കെങ്കിലും പുതുതായിട്ട് ജോലി റിട്ടയറായി വന്ന ആൾക്കാർക്ക് പുതുതായിട്ട് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളിൽ അവർ ഈ കാരുണ്യസ്പർശം എന്ന് പറഞ്ഞ വേറെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ഫണ്ടിങ്ങിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അതിലേക്ക് അവർ പിന്നെ പൈസ നിക്ഷേപിക്കും. അപ്പോൾ അതൊക്കെ ഓരോ മാസവും പിന്നെ മൊത്തത്തിൽ സമാഹരിച്ചിട്ട് അതാണ് നമ്മൾ അടുത്ത മാസം മറ്റുള്ള പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് പുറമെ തന്നെ TKS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് പറയുന്നതാണ് ടീം കണ്ണൂർ സോൾജേഴ്സ് എന്നുള്ളതിന് TKS എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളർന്നു വരുന്ന യുവാക്കൾക്ക്, അതായത് പട്ടാളത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള യുവാക്കൾക്ക് സൗജന്യമായിട്ട് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ 3 സ്ഥലങ്ങളിൽ ഇപ്പോൾ അവർ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൽ യുവാക്കളും ഉണ്ട് യുവതികളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മോട്ടിവേഷനാണ്. കാരണം പട്ടാളക്കാർ തന്നെ നേരിട്ട് വന്നിട്ട് റിട്ടയർ ആയ ആൾക്കാരും അതുപോലെ ലീവിൽ വരുന്ന പട്ടാളക്കാരും ഒക്കെയാണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ പയ്യന്നൂർ, അതുപോലെ ധർമ്മടം, അതുപോലെ പാതിരിയാട് അല്ലേ, പാതിരിയാട്, ഇരിട്ടി, 4 സ്ഥലത്ത് ഇതുപോലെ ഇപ്പോൾ കോച്ചിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിലവിൽ ഇപ്പോൾ 4 പേർക്ക് പിന്നെ ഇന്ത്യൻ ആർമിയിലെ തന്നെ അഗ്നിവീർ ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവർ ട്രെയിനിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ റിട്ടയറായി വരുന്ന പട്ടാളക്കാർക്ക് പണ്ടൊക്കെ റിട്ടയറായിട്ട് ആൾക്കാർ നാട്ടിൽ വരുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല അതിനെക്കുറിച്ച്. ഇങ്ങനെ പട്ടാളക്കാർ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്ന് ഓതെയോ റിട്ടയറായോ അങ്ങനെയുള്ള ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളക്കാരൻ മുൻകൂട്ടി ലീവിന് വരുന്നതിന് മുൻപേ തന്നെ കാര്യങ്ങൾ ഇവിടുന്ന് നീക്കും. അതായത് ആരെങ്കിലും ഈ മാസം അതായത് 31 തീയതി മുതൽ റിട്ടയറായിട്ട് ആരെങ്കിലും നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ട് അവർക്ക് വേണ്ട സ്വീകരണ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടത്തുന്ന ഒരു പരിപാടി കൂടി ഇവർ ചെയ്യുന്നുണ്ട്. അതെ, കാരണം 2 മണിക്കും 3 മണിക്കും, കാരണം സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടി പോലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇവർ ശരിക്കും ഈ ടീം കണ്ണൂർ സോൾജേഴ്സ് എന്ന് പറയുന്നത് അവരിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
അവർ 2 മണിക്ക് 3 മണിക്കൊക്കെ റെയിൽവേ സ്റ്റേഷൻ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ. കാരണം അത്രയും പൊളച്ചൊക്കെ ഉറക്കം കളഞ്ഞുകൊണ്ട് ഒരു സാറിനെ കൂട്ടാൻ നമ്മൾ ഒരു സാറിനെ പിന്നെ ഇതുപോലെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് 10, 30, 35ഓളം ആൾക്കാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതെ, കാരണം ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ തന്നെ ഫ്ലക്സ് ബോർഡുകളും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് അവരെ പിന്നെ മാല അർപ്പിച്ച് ബൊക്കെയൊക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കും. അതിനുശേഷം അവരെ നേരിട്ട് വീട്ടിലെത്തിച്ച് വീട്ടുകാരിൽ അവരെ കൈപിടിച്ച് വീട്ടുകാരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അവിടുന്ന് അല്ലേ അവർ സ്നേഹം കൊണ്ട് പിന്നെ അവർ സ്നേഹപ്രകടനങ്ങൾ നടത്തി അവിടുന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് നടക്കാറുള്ളത്. പിന്നെ നമ്മുടെ ടീമിൽ തന്നെ ആർക്കെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഏത് പാതിരാത്രി ആ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലും അതിനുള്ള റീപ്ലൈ എന്തായാലും കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവിന് വരുന്ന പട്ടാളക്കാർക്ക് ആവശ്യമായിട്ട് വരുന്ന ചിലപ്പോൾ റെയിൽവേ ടിക്കറ്റുകൾ, അതുപോലെയുള്ള കൺഫർമേഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും. കാരണം കൊറോണയുടെ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്കുള്ള അരി സാധനങ്ങൾ അതുപോലെയുള്ളതൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർക്ക് മെഡിസിൻ്റെയൊക്കെ ആവശ്യം വന്നപ്പോൾ മെഡിസിനൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പട്ടാളക്കാരുടെ വീട്ടിൽ പ്രായമായ അച്ഛനമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട്ടിലേക്ക് കഴിക്കുന്ന മരുന്നുകളും കാര്യങ്ങളും കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം അതുവരെ വീട്ടിൽ നിന്ന് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ബന്ധുക്കൾ പോലെയല്ല, എന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ പിന്നെ ഇത് എത്തിച്ചു കൊടുത്ത ചരിത്രമാണ് ഈ ടീമിനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏത് ആശുപത്രികളിലും ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ ഇതുപോലെ ബ്ലഡിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നാട്ടിൽ ലീവിലുള്ള പട്ടാളക്കാർ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ അതിന് ആവശ്യമായ രീതിയിൽ ബ്ലഡ് നൽകാനുള്ള ബ്ലഡ് ഡൊണേഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവർ ഇപ്പം നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ടീം കണ്ണൂർ സോൾജേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറെന്താ? അതെ, പരിപാടി നല്ല ഗംഭീരമായിരുന്നു. കാരണം ഒരുപാട് പട്ടാളക്കാർക്ക് നമ്മളിപ്പോൾ ഈ പരിപാടി പങ്കെടുക്കുന്ന സമയത്തും ഒരുപാട് പട്ടാളക്കാർ ഇതുപോലെ ഡ്യൂട്ടിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ലൈവായിട്ടുള്ള ടെലികാസ്റ്റിൻ്റെ നമ്മുടെ ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ലൈവായിട്ട് വീഡിയോസും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ളവർക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവർക്ക് ഡ്യൂട്ടിയിലും മൊബൈൽ വഴിയും കാര്യങ്ങളൊക്കെ കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നല്ല അടിപൊളിയായ രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും തിരക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഏതായാലും നല്ല നല്ല പുതിയ വിശേഷങ്ങളായിട്ട് എന്തായാലും നമ്മൾ അതെ കുറച്ച് നാൾ എന്തായാലും നമ്മൾ നാട്ടിലുണ്ട്. അപ്പോൾ അത്രയും ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ കാണാത്ത ആൾക്കാർ, ഇതുവരെ കാണാതെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് അതെ ഒരുപാട് വീഡിയോസുമായിട്ട് വെറൈറ്റി ആൾക്കാർ ഇന്ന് അവിടുന്ന് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാറുണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോണ്ടിരിക്കുക. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അത് ഒരുപാട് നമ്മുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കുകയാണ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള അതെ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോസ് കാണാറുണ്ട്. കാരണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളിങ്ങനെ സ്റ്റോറി തന്നെ പറയുന്നത് നമ്മള് നിങ്ങള് ജമ്മു കാശ്മീരിൽ അടിച്ചു പൊളിക്കലല്ലേ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എന്ന് പറഞ്ഞതെ നല്ല സപ്പോർട്ട് ഉണ്ട് എല്ലാവരും. അവരോട് ഫുൾ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതെ നമ്മൾ പിന്നെ സമയത്തിൻ്റെ കുറച്ച് പരിമിതി കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. പക്ഷേ ഏതായാലും നമ്മൾ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കൂടുക. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.